വെൽക്കം ടു എജു എഫക്ട്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കുറേ കമ്മിറ്റികളുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പാക്കാതെ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ആദ്യമേ തന്നെ ഒരു ആത്മകഥയിലൂടെ തന്നെ പഠിച്ചു തുടങ്ങാം. മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ്. പശ്ചിമഘട്ട സമിതികൾ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെപ്പറ്റി പഠിക്കാനും അന്വേഷിക്കാനും വേണ്ടിയുള്ള സമിതികൾ പ്രധാനമായും നമ്മൾ 3 എണ്ണമാണ് പഠിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരി രംഗൻ കമ്മിറ്റി, ഉമ്മൻ കമ്മിറ്റി. ഇത് 3 ആ സമിതികൾ. ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരി രംഗൻ കമ്മിറ്റി, ഉമ്മൻ കമ്മിറ്റി. ആദ്യമേ തന്നെ നമുക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി എന്താണെന്ന് നോക്കാം. 2010 മാർച്ചിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയമിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് വെസ്റ്റേൺ ഗാട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് WGEEP, അതായത് വെസ്റ്റേൺ ഗാട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ. കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേരിലാണ് ആ കമ്മിറ്റി അറിയപ്പെടുന്നത്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31-നാണ്. 2011 ഓഗസ്റ്റ് 31-നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്തത് ഈ കമ്മീഷനാണ്, ഗാഡ്ഗിൽ കമ്മീഷൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ. രണ്ടാമത്തെ സമിതി അല്ലെങ്കിൽ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയല്ലോ, ആ റിപ്പോർട്ട് പരിശോധിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. കസ്തൂരി രംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ്. ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. അടുത്തത് നോക്കാം. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷനാണ്, അതായത് ജനവാസ മേഖലകളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങളാണ് 123 ഗ്രാമങ്ങളെയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഠിക്കാൻ കേരള സർക്കാർ 2013 രൂപീകരിച്ച സമിതിയാണ് ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ചത്. അതുപോലെ ഉമ്മൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ, അതായത് എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ്, EFL എന്ന് പറയും, ഉപവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മീഷനാണ് അല്ലെങ്കിൽ കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി. ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മൾ ഈ കമ്മിറ്റികളുടെ 3 കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചിരിക്കണം, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പഠിക്കാം. അദ്ദേഹം മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്നു. 2023 ജൂലൈ 18-ന് അന്തരിച്ചു. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാംഗം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. അതുപോലെ അദ്ദേഹം 2 തവണ കേരള മുഖ്യമന്ത്രിയായി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2004 മുതൽ 2006 വരെ 19ാമത് മുഖ്യമന്ത്രിയായി. അതുപോലെ 2011 മുതൽ 16 വരെ 21ാമതും മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. 2015 മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ച ഉമ്മൻചാണ്ടിയുടെ പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടിക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി
P.T. ചാക്കോ രചിച്ച പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. അടുത്ത പുസ്തകം നോക്കാം. അടുത്ത അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഇതിൻ്റെ എഴുത്ത് സണ്ണിക്കുട്ടി എബ്രഹാം എന്നതുകൂടി ഓർത്തു വെക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.